ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി കുറച്ച് പൂക്കൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് വശം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഓരോ പൂക്കളും ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ചും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ എണ്ണം കട്ട് ചെയ്തെടുക്കണം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്നും 5 പൂക്കളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്ത പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂക്കൾ കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും പൂക്കളാണ് പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ റെഡ് കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഫ്ലവറിൻ്റെയും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളിലും നമുക്കിതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ പൂക്കളിൽ പെയിൻറ് ചെയ്ത് കൊടുത്തതെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമുക്ക് പൂക്കളെല്ലാം വെച്ച് കൊടുക്കേണ്ടത്. പൂക്കൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലെടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടിൽ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടാപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളും ഈർക്കിളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ചെറിയ പൂക്കൾ നോക്കിയിട്ട് വേണം ആദ്യം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീൻ ടാപ്പിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ അതിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇനി നമ്മൾ അതിൽ പൂക്കൾ വെച്ച് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ ആയിട്ട് 2 പൂക്കൾ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഇനി എല്ലാ പൂക്കളും നമുക്കതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. വീണ്ടും നമ്മൾ ഗ്രീൻ ടാപ്പിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പൂക്കളും നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പ്ലാസ്റ്റിക് കവർ കിട്ടുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും ഈർക്കിളിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ഇതുപോലത്തെ പൂക്കൾ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ മുൻപ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതിനകത്തേക്കാണ് നമ്മൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.